ജോസ് കെ മാണിയെ നേരിൽ കണ്ട നന്ദി അറിയിച്ച പാലാ നഗരസഭയിലെ പുതിയ ചെയർപേഴ്സൺ മായ രാഹുൽ. കരിങ്ങോഴയ്ക്കൽ വസതിയിലെത്തിയാണ് ജോസ് കെ മാണിയുമായി മായ കൂടിക്കാഴ്ച നടത്തിയത്. പാലായിലെ വികസനമാണ് ലക്ഷ്യമെന്ന് ഇരുവരും പറഞ്ഞു. പാലാ നഗരസഭയിൽ LDFിലെ 12 അംഗങ്ങളുടെ പിന്തുണയിലാണ് മായ രാഹുലിനെ ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തത്. ഇതിൽ കേരള കോൺഗ്രസ് എമ്മിലെ 10 അംഗങ്ങളും ഉൾപ്പെടുന്നു. ഈ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കാനാണ് ജോസ് കെ മാണിയുടെ പാലായിലെ വസതിയിൽ മായ രാഹുൽ നേരിട്ടെത്തിയത്. വീട്ടിലേക്കെത്തിയ മായ രാഹുലിനെ പൊന്നാടയണിയിച്ച് ജോസ് കെ മാണി സ്വീകരിച്ചു. പാലാ നഗരസഭയുടെ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാൻ പുതിയ ഭരണസമിതിക്ക് കഴിയുമെന്ന് ജോസ് കെ മാണി പ്രത്യാശ പ്രകടിപ്പിച്ചു. എല്ലാവരെയും ചേർത്ത് പിടിച്ച് പാലായുടെ സമഗ്ര വികസനമാണ് ലക്ഷ്യമെന്ന് മായ രാഹുൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമാണ് കൂടിക്കാഴ്ച. ഇതിനെ ഒരു നന്മയുടെ വിജയമായിട്ട് കാണുന്നു. എല്ലാത്തിൻ്റെയും റൈറ്റിൻ്റെ ഒരു വിജയമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇനി മുന്നോട്ടുള്ള പോക്കെന്ന് പറയുന്നത് എല്ലാവരും ചേർന്ന് തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും. സ്ഥാനം പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ആദ്യത്തായിരുന്നല്ലോ, അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നല്ലോ. പിന്നെ അതെല്ലാം മാറി ഈ ഒരു രീതിയിലോട്ട് വന്നു. ഇതെല്ലാം പൊളിറ്റിക്സ് ആണല്ലോ, അപ്പം സാഹചര്യം അനുസരിച്ച് ചെയ്തല്ലേ പറ്റൂ. LDF അംഗങ്ങൾക്ക് പുറമെ കോൺഗ്രസിലെ 3 വിമത അംഗങ്ങൾ കൂടി മായയ്ക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി. നേരത്തെ LDF കൊണ്ടുവന്ന അവിശ്വാസത്തെ കോൺഗ്രസിലെ 4 അംഗങ്ങൾ പിന്തുണച്ചതോടെയാണ് പുതിയ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. അന്ന് വിപ്പ് ലംഘിച്ച 4 അംഗങ്ങളെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.